ഫ്രണ്ട്സ്, മൂനി അനാലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ വീഡിയോ അഥവാ റിയൽ വേൾഡ് പ്രൊജക്റ്റിന്റെ ഇന്നലത്തെ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഈ പാർട്ട് നേരെ കാണുന്ന ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന്റെ മുന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാം. അത് അതിന്റെ ബാക്കിയായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇന്നലെ സമയം കൂടുതലായതുകൊണ്ട് രണ്ടാമത്തെ പാർട്ടാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പം ഇത് ജസ്റ്റ് ഞാനിതൊക്കെ ഒന്ന് ലോഡ് ചെയ്ത് വെക്കുന്നത്, കാരണം അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റണ്ണാകുന്ന കൊടുക്കും. അത് ലോഡ് ആയിക്കോളും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡയറക്ടർ നെയിമിന് നമ്മൾ ഇത് നമുക്ക് ലോഡ് ആയതിനു ശേഷം എടുക്കാം കേട്ടോ. ഒന്ന് പോസ് ചെയ്യാം. ഇനി നമ്മൾ ഡാറ്റ ഡയറക്ടർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറുടെ ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ, ഗ്രൂപ്പായിട്ട് എടുക്കുക. അപ്പോൾ അതിനെന്താ വെച്ചാൽ ഡാറ്റ അണ്ടർസ്കോർ ഡയറക്ടർ അണ്ടർസ്കോർ ഗ്രൂപ്പ്സ് is equal to data dot group. ശേഷം ഗ്രൂപ്പ് കൊടുത്തിട്ട് ഏത് സിംഗിൾ ഡാറ്റ മാത്രമേ നമ്മൾ സിംഗിൾ ഡയറക്ടർ നെയിമാണ് നമ്മൾ കൊടുക്കുന്നത്. സിംഗിൾ ഡയറക്ടർ അണ്ടർസ്കോർ നെയിം സിംഗിൾ ഡാറ്റ മാത്രമായതുകൊണ്ട് നമുക്ക് സാധാ ഒരു പാരന്തസ് ടൈപ്പ് ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. എന്താ പ്രശ്നം? ഡയറക്ടർ നെയിം ഓക്കെ, ഡയറക്ടർ നെയിം ഓക്കെ റെഡി ആയിട്ടുണ്ട്. ദെൻ ഡാറ്റ ഡയറക്ടർ. അപ്പോൾ ഇനി ഇപ്പോൾ ഡയറക്ടർ ഗ്രൂപ്പ് വഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈക്വലായ ഗ്രൂപ്പിനെല്ലാം നമ്മൾ ഗ്രൂപ്പ് വഴി ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഈക്വൽ നെയിം വരുന്ന ഡയറക്ടർ ഗ്രൂപ്പ് എത്ര ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഡയറക്ടർ ഗ്രൂപ്പ്സ് ഡോട്ട് എൻ ഗ്രൂപ്പ് എന്ന് കൊടുക്കാം. എൻ ഗ്രൂപ്പ്സ് ഇത് കൊടുത്ത് ഇത് റൺ ചെയ്താൽ നമുക്ക് ഈ ഗ്രൂപ്പ്സ് ഇത് ഇത്ര സെയിം ഡയറക്ടർ നെയിമുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് ഗ്രൂപ്പുകൾ. അപ്പോൾ അത് കിട്ടി. ഇനി അത് ഏതൊക്കെ ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നമുക്ക് ഇത്ര സാധനം മാത്രം റൺ ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് ഗ്രൂപ്പ്സിന് കിട്ടണമെങ്കിൽ ഇത് മാത്രമല്ല, ഡോട്ട് ഗ്രൂപ്പ്സ് എൻ ഗ്രൂപ്പ്സിന് പകരം ഗ്രൂപ്പ്സ് മാത്രം കൊടുക്കാം. അപ്പോൾ ആ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ആ ഗ്രൂപ്പ്സ്. അപ്പം ഇത് നമ്മൾ ഓരോ ഡയറക്ടർ നെയിം കറസ്പോണ്ടിങ് ഡാറ്റകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഡയറക്ടർ നെയിമിൽ തന്നെ ഈ ഡയറക്ടർ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ഡയറക്ടർ ഗ്രൂപ്പിനെ അദ്ദേഹത്തിന്റെ ഫിലിംസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ കഴിയുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡാറ്റ അണ്ടർസ്കോർ ഡയറക്ടർ ഗ്രൂപ്പ് ഡോട്ട് ഗെറ്റ് അണ്ടർസ്കോർ ഗ്രൂപ്പ്. ഓക്കെ, ആരുടെ പേര് ഏത് ഡയറക്ടറിനാണ് വേണ്ടത് അയാളുടെ പേര് ചെയ്യാൻ. ഇവിടെ ഇപ്പം ഞാൻ എടുക്കാൻ പോകുന്നത്
ഈ അലക്സ ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ. എന്നിട്ട് ഡയറക്റ്റ് ഗ്രൂപ്പ് ഇതിൽ നമുക്ക് ഏതെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഡയറക്ടർ ഗ്രൂപ്പ് കൊടുക്കണം. ഞാനിവിടെ ഈ ഡയറക്ടർ ഗ്രൂപ്പിന്റെ നെയിം എടുത്ത് കൊടുക്കുന്നു, അലക്സാണ്ടർ പൈനെ. കൊടുത്തിട്ട് ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ഗ്രൂപ്പിന്റെ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ അലക്സാണ്ടർ പൈനെ ഡയറക്ടർ ഗ്രൂപ്പിൽ വരുന്ന ഫിലിം, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഡയറക്ടർ നെയിം ഫുള്ള് അലക്സാണ്ടർ പൈനെയാണ് വരുന്നത്. ഇല്ലേ, ഇതാണ് അലക്സാണ്ടർ പൈനെ. ആ കാര്യങ്ങൾ കിട്ടി. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡയറക്ടർ ഗ്രൂപ്പ് ടൈറ്റിലും അതിന്റെ കൗണ്ട്സും നോക്കാം നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാറ്റ ഡയറക്ടർ ഗ്രൂപ്പ് ടൈറ്റിൽ ഡോട്ട് കൗണ്ട്. അപ്പോൾ ഡയറക്ടർ ഇതിന്റെ പുറത്താണ് എഴുതേണ്ടത്, കൗണ്ട് ഡോട്ട് കൗണ്ട് എഴുതേണ്ടത് കേട്ടോ. ഡോട്ട് കൗണ്ട്. അപ്പോൾ ഡയറക്ടർ നെയിം ആഡം MCK R, ടൈറ്റിൽസ് 6 ഉണ്ട്. ഓക്കെ, ആഡം എന്താ ഷാൻ കമാൻ 8 ടൈറ്റിൽസ് 8. ടൈറ്റിൽസ് നമുക്കറിയണ ഇവിടെ ഉണ്ടാവും. ടൈറ്റിൽസ് ഇവിടെ ഈ ടൈറ്റിൽസ് ഓരോരുത്തരും ടൈറ്റിൽസ് എത്ര വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഓക്കെ, ഈ ഡയറക്ടർ നെയിം എത്ര പ്രാവശ്യം, ഈ ആഡം MCK എത്ര പ്രാവശ്യം ടൈറ്റിൽ വന്നിട്ടുണ്ട് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നു. ഇനി എനിക്ക് കിട്ടേണ്ടത് എന്താ വെച്ചാൽ ഈ ഡയറക്ടർ ഇയർ ബേസ് ഞാൻ അഗ്രിഗേറ്റ് മിനിമം മാക്സ് കൗണ്ട് ഈ 3 കാര്യങ്ങൾ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കുകയാണ്. ഈ അഗ്രിഗേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ബിക്കറിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് നമ്മളെ പ്ലേ ലിസ്റ്റ് ഉണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഡാറ്റ ഗ്രൂപ്പ്സ് നമ്മൾ ഇയർ ബേസിലാണ് നോക്കുന്നത്. ഇയറിൽ ഡോട്ട് അഗ്രി ദെൻ മൾട്ടിപ്പിൾ ഒന്നിച്ച് കിട്ടാനുണ്ടായതുകൊണ്ട് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടും. ഇത് വേണ്ട സാധനങ്ങളൊക്കെ എഴുതാം. മിനിമം വേണം. അഗ്രിഗേഷൻ ആകെ 5 ഫംഗ്ഷനാണ്: മിനിമം, മാക്സിമം, സമ്മ്, അവറേജ്. ഓക്കെ, പിന്നെ മാക്സ്. ഒരു സാധനം കൂടി എനിക്ക് വേണം, എന്ന് വെച്ചാൽ കൗണ്ട്. ഇത്ര സാധനങ്ങൾ നമ്മൾ നോക്കാം. അവ കിട്ടിയിട്ടുണ്ട്. ഡയറക്ടർ നെയിം, അതിൽ മിനിമം ഇയർ വരുന്നത് 2004, മാക്സിമം ഇയർ വരുന്നത് 2015. എത്ര കൗണ്ട് ഉണ്ട് ഈ ആഡം മാക്കിന്റെ? 6. ഓക്കെ, ബാക്കി റിമൈനിങ് ആൾക്കാരുടെ ഇതിലുണ്ട്. ഇതോടൊപ്പം തന്നെ ബഡ്ജറ്റും കൂടി എനിക്ക് വേണമെന്നുണ്ടെങ്കിലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതുന്ന സംഭവമാണ് ഡയറക്ടർ ഗ്രൂപ്പ്സ് ഡോട്ട് അഗ്രി.
then കേളി ബ്രാക്കറ്റിന് ഞാൻ ഇയർ കൊടുക്കുന്നു. ഡിക്ഷണറി ടൈപ്പിൽ എഴുതാം. ഇയർ then details minne comma max comma count. Budget max year അല്ലേ ഇയറില് Y ക്യാപിറ്റലായി പോയി. ഓക്കെ, സ്മാൾ കൊടുത്തു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ കിട്ടൂല. അപ്പോൾ നമുക്ക് ഡയറക്ടർ നെയിം അതിന് ഏതിലാണ് ഡയറക്ടർ നെയിം ഇയർ ബേസിൽ നമ്മളെടുത്ത് അഗ്രിഗേഷൻ ഇയർ മൾട്ടിപ്പിൾ അഗ്രിഗേഷൻ എടുക്കുന്നത്. മിനിമം മാക്സ് കൗണ്ട് അത് നമുക്ക് കിട്ടി. അതുപോലെ ബഡ്ജറ്റിൻ്റെ മാക്സിമം ഞാൻ എടുത്തു. ബഡ്ജറ്റിൻ്റെ മാക്സിമമാണ് ഇത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അനാലിസ് ചെയ്യാൻ പറ്റും. ഇനി ഇത്ര എടുത്തു കഴിഞ്ഞിട്ട് ഡയറക്ടർ ഡോട്ട് മീൻ കണ്ടുപിടിക്കുക. ഇവിടെ പോയ ഡയറക്ടർ ഗ്രൂപ്പ്സ് ഡാറ്റ ഡയറക്ടർ ഗ്രൂപ്പ് ഡോട്ട് മീൻ എന്ത് പ്രശ്നം വന്നത്? അഗ്രീഡ് മെൻഷൻ ഫയൽ ഹൗ മീൻ ടൈപ്പ്. ഓക്കെ അപ്പോൾ അത് വേണ്ട. അതിൽ ഫയൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് അനാലിസിസ് നടത്താൻ പറഞ്ഞു. ഫസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്ട്രാക്ട് ഡീറ്റെയിൽസ് ഓഫ് ഹൈ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് ഡയറക്ടേഴ്സിൻ്റെ ഡാറ്റ ഞങ്ങൾക്ക് എന്താക്കണം, എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡാറ്റ ഡയറക്ടർ ഗ്രൂപ്പ് ഡാറ്റ ഡയറക്ടർ ബഡ്ജറ്റ് എക്സ്ട്രാക്ട് ഡീറ്റെയിൽസ് ഓഫ് ഹൈ ബഡ്ജറ്റ് ഡയറക്ടർ. അപ്പോൾ നമ്മൾ പുതിയ ഉണ്ടാക്കണം ഹൈ ഡാറ്റ ഡയറക്ടർ ബഡ്ജറ്റ് എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, ഡാറ്റ ഡോട്ട് ഗ്രൂപ്പ് data underscore name, then extract details of high ബഡ്ജറ്റ് ഡയറക്ടർ. ഈ ബഡ്ജറ്റ് ഡയറക്ടറിനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഡാറ്റ ഗ്രൂപ്പ് ആയി ഡയറക്ടർ നെയിം കൊടുത്തു. ഇനി അടുത്തത് നമുക്ക് ഏതാണ്, ഗ്രൂപ്പ് ആയി ഡയറക്ടർ നെയിമാണ്. പക്ഷെ ഇനി കോളം ബേസ് ഏതാ ചെയ്യുന്നത്, അത് ബഡ്ജറ്റ് then ഡോട്ട് മാക്സ് കൊടുക്കുക. മാക്സ് ഹൈ ബഡ്ജറ്റ് ഉള്ള ആളെ കിട്ടാണ് മാക്സ് കൊടുക്കുന്നത്. റീസെറ്റ് ഡോട്ട് റീസെറ്റ് ഇൻഡെക്സ് കൊടുക്കുന്നു.
എന്നിട്ട് ഇത് റൺ ചെയ്ത് നോക്കാം നമുക്ക്. റൺ ആയിട്ടുണ്ട്. ആ ഡാറ്റ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഡാറ്റ ഡയറക്ടർ ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ടർ നെയിം ഗ്രൂപ്പായി ചെയ്തിട്ടുണ്ട്. കറസ്പോണ്ടിങ് ബഡ്ജറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡയറക്ടർ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ മൂവി വിത്ത് ബഡ്ജറ്റ് ഗ്രേറ്റർ ദാൻ 100 million. അതാ ഡയറക്ടർ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ മൂവി ഉണ്ടാണ് വിത്ത് ബഡ്ജറ്റ് ഓഫ് ഗ്രേറ്റർ ദാൻ 1 million, 100 million കൂടുതൽ ബഡ്ജറ്റുള്ള മൂവീസ് കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യും നോക്കാം. എന്തില്ല, ഡാറ്റ ബഡ്ജറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 100 million അല്ല, 100 10 ലക്ഷം അല്ല, 1 million. എത്ര പൂജ്യം വേണം? 6 പൂജ്യം. 1 2 3 4 5 6. ബഡ്ജറ്റ് അതിൽ കോളം മെൻഷൻ ചെയ്തില്ല, അതാണ് പ്രശ്നം. കോളം മെൻഷൻ ചെയ്യാം ബഡ്ജറ്റ്. അപ്പോൾ ബഡ്ജറ്റ് കൂടുതൽ 100 ട്രൂ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ 0 ഇൻഡെക്സിൽ വരുന്ന ആൾ ട്രൂ ആണ്, ഒന്നാമത്തെ ഇൻഡെക്സ് വരുന്ന ഫാൾസ് ആണ്. ഓക്കെ, ബഡ്ജറ്റ് ഇതുള്ള ആൾക്കാരെ നമുക്ക് കിട്ടി. എന്നാൽ ഹൈ ഇൻഡെക്സ് അല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അവരെ നെയിം വെച്ച് കണ്ടാലല്ലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതാണ് ഇത്. എന്താ ചെയ്തത്, ഹൈ ബഡ്ജറ്റ് ഡയറക്ടർ ഇസ് ഈക്വൽ ടു ഡാറ്റ ഡയറക്ടർ ബഡ്ജറ്റ് LOC. ഈ കറസ്പോണ്ടിങ് ഇൻഡെക്സിലുള്ള നെയിം കണ്ടുപിടിക്കാനാണ് ഞാൻ പോകുന്നത്. LOC എടുത്തിട്ട് ഡാറ്റ ഡയറക്ടർ ബഡ്ജറ്റ് ഈ നേരത്തെ ഇക്വേഷൻ കൊടുത്തു 100 million, ഡയറക്ടർ നെയിം എനിക്ക് വേണം. അപ്പോൾ ഡയറക്ടർ നെയിം നമുക്ക് ഡയറക്ടർ കറസ്പോണ്ടിങ് ഡയറക്ടർ നെയിം ഇവിടെ കിട്ടും. ഇതിവിടെ റൺ ചെയ്യാം. ഇതല്ല, ഓക്കെ. അപ്പൊ ഇത് സക്സസ്ഫുൾ ആയി റൺ ആയിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം കണ്ടുപിടിച്ച്, ഹൈ ബഡ്ജറ്റ് ഡയറക്ടേഴ്സിനെ കണ്ടുപിടിച്ച് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന ഡാറ്റ ഡോട്ട് LOC ഡാറ്റ ഡയറക്ടർ നെയിം. is in high budget directors.
directors only list like object allowed person ഇപ്പൊ സ്ട്രിങ് പാസ് ചെയ്തില്ല. ഓക്കെ, ഇപ്പൊ സ്ട്രിങ്ങിന് പകരം സ്ട്രിങ് പറ്റില്ല, ഒബ്ജക്റ്റ് ടൈപ്പ് മാത്രം പറ്റും. ഓക്കെ, അപ്പൊ സ്ട്രിങ് വെക്കാം. അപ്പൊ നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത ഡയറക്ടേഴ്സ് നെയിമുള്ള ഡീറ്റെയിൽസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റവന്യൂ എത്ര 1000 100 മില്യൺ കൂടുതലുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കിട്ടിയത്. ഈ സെയിം സാധനം നമുക്ക് ലാംഡ ഫംഗ്ഷൻ വെച്ചിട്ടും ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡാറ്റ ഡോട്ട് ഗ്രൂപ്പ് ബൈ ഡയറക്ടർ നെയിം ഫിൽട്ടർ ലാംഡ എക്സ് ബഡ്ജറ്റ് ഡോട്ട് മാക്സ്. ആ സെയിം ഇക്വേഷൻ ഒന്ന് ചെയ്തിട്ട് സെയിം സംഭവം തന്നെ ഇവിടെ കിട്ടും. കണ്ടോ, ഇതേ സെയിം സംഭവം തന്നെ ആയിരിക്കും ഇവിടെ കിട്ടിയത്. അങ്ങനെ ചെയ്താൽ എനിക്ക് ഏതാണ് ഈസി ഉള്ളത് അത് ചെയ്താൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റിസ്ക് ഫംഗ്ഷൻ അഥവാ വേറെ റിസ്ക് ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോകാം. ആദ്യം സംഭവം ഞാൻ വലിയ കോഡുണ്ട്, ഞാനിവിടെ കോപ്പി യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് അതേപോലെ എഴുതിയാൽ മതി. ഡെഫ് റിസ്ക് ഫംഗ്ഷൻ എക്സ് റിസ്ക് ഇസ് ഈക്വൽ ടു എന്താ റിസ്ക് ഉദ്ദേശിക്കണം, എക്സ് ഓഫ് ബഡ്ജറ്റ് മൈനസ് എക്സ് ഓഫ് റവന്യൂ ഡോട്ട് മീൻ അത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതിനെക്കാട്ടിലും ബഡ്ജറ്റിനെക്കാട്ടിലും റവന്യൂ കുറവാണെങ്കിൽ അത് റിസ്ക് ഉള്ള ആ ഫിലിം എന്താണ്, ലോസിലാണ്. അതിനെന്ത് ഏണിംഗ് ഒന്നും കിട്ടില്ല, ലോസ് ആണ്, ഫെയിലായ ഫിലിമാണ്. അപ്പൊ അതാണ് റിസ്ക്. അത് ഞാൻ ഇവിടെ റിസ്ക് ഫംഗ്ഷന്റെ ഒരു ഡെഫിനിഷൻ വെച്ചിട്ടുണ്ടാക്കി. പിന്നെ ഡാറ്റ ഡോട്ട് റിസ്ക് ഈസ് ഈക്വൽ ടു ഡാറ്റ ഡോട്ട് ഗ്രൂപ്പ് ബൈ ഡയറക്ടർ നെയിം ഗ്രൂപ്പ് കീ ഫാൾസ് അപ്ലൈ റിസ്ക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ റൺ ചെയ്യുന്നു. എന്നിട്ട് ഡാറ്റ ഡോട്ട് റിസ്കി എന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഈ റിസ്ക് ഗ്രേറ്റർ ദാൻ 0 ഈ സംഭവം ഈക്വേഷൻ ഗ്രേറ്റർ ദാൻ 0 ഉള്ളതെല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, റിസ്ക് ഫംഗ്ഷൻ ഉള്ള റിസ്ക് ഉള്ള മൂവീസ് എത്ര ഉണ്ട് അതിന്റെ കൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ സംഭവം യൂസ് ചെയ്യാം. ഡാറ്റ ഡോട്ട് റിസ്കി ഡോട്ട് റിസ്കി പവർ ബ്രാക്കറ്റ് ഇടാം. വാല്യൂ കൗണ്ട് വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്. റിസ്ക് ഉള്ളത് എത്ര, 1000. റിസ്ക് ഇല്ലാത്തത് 1000 ഫാൾസ് 1334 റിസ്ക് ഇല്ല. ഫൈലായത് ട്രൂ റിസ്ക് ഉള്ളത് 131 ഫിലിം റിസ്ക് ഉള്ളതാണ്. ഓക്കെ, ആ ഫിലിമിന് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഈ കോഡ് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഡാറ്റ ഡോട്ട് റിസ്ക് LOC ഡാറ്റ റിസ്കി അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ,
അപ്പോൾ അത്രയാണ് ഈ 2 പാർട്ടിലും എനിക്ക് നമ്മളെ റിയൽ വേൾഡ് ഒരു എക്സാമ്പിൾ റിയൽ വേൾഡ് പ്രൊജക്റ്റാണ് നമ്മളിവിടെ ചെയ്തത്. ഇത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് റിസ്ക് ആയിരിക്കും. ഓക്കെ, എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ച് ഇതെല്ലാം കേട്ടതിന് ശേഷം വീണ്ടും ട്രൈ ചെയ്യണം. പിന്നെ ഇതേപോലത്തെ കറസ്പോണ്ടിങ് ഡാറ്റ സെറ്റുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ മാസ്റ്ററാകാം. ഓക്കെ, അപ്പോൾ ഈ ഇതുവരെയുള്ള 2 വീഡിയോ വളരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.